എല്ലാവർക്കും നമസ്കാരം. ഓസ്ട്രേലിയയിലെ 10 ഹാപ്പിയസ്റ്റ് ജോബിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മെയിനായിട്ട് 2 ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇവൻ പറയുന്നത് എല്ലാം തെറ്റാണ്, ഇങ്ങനെയൊരു അതായത് ഈ ലിസ്റ്റിൽ പറഞ്ഞ ജോലികളെല്ലാം തന്നെ ഹാപ്പിയസ്റ്റ് ജോബ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നിനക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ ഊള ലിസ്റ്റുകളൊക്കെ കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാം ഇവിടുത്തെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ഇറക്കുന്ന ലിസ്റ്റാണ്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തയ്യാറാക്കുന്നതല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ടോപ്പ് 10 ഡേഞ്ചറസ് ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ലിസ്റ്റിലേക്ക് കിടക്കാം. ഒന്നെന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഫിഷേഴ്സാണ്. ഈ ഒരു മീൻപിടുത്തക്കാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മീൻപിടുത്തക്കാർ, ആ ഒരു ജോബ് നമ്മുടെ നാട്ടിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. ഇവിടെയും അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. ഓയിൽ ഓർ ഗ്യാസ് വർക്കേഴ്സ്, ഈ ഓയിലിൻ്റെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗ്യാസ്, അതുപോലെ തന്നെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നറിയാം. നമുക്ക് പുറത്ത് നോക്കുമ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ജോബാണ്, പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. പിന്നെ ഇവിടുത്തെ മൂന്നാമത്തെ ലിസ്റ്റിൽ വരുന്നത് പോലീസ് ഓഫീസേഴ്സാണ്. ഇവിടുത്തെ പോലീസ് അധികാരികൾ ദിനം പ്രതി ഓസ്ട്രേലിയയിലെ ക്രൈം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പോലീസുകാർക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മെയിൻ സിറ്റികളിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നത് തന്നെ. റൂറൽ ഏരിയാസിലൊക്കെ വളരെ ശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. പക്ഷേ അവിടെയും പ്രശ്നങ്ങൾ ഇല്ലാഴികയില്ല, ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഇലക്ട്രിക്കൽ ലൈൻ വർക്കേഴ്സാണ്. അപ്പോൾ ഈ ലൈൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് മുകളിലും താഴെയും എല്ലാം തന്നെ അവർക്ക് വർക്കുകളുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഓസ്ട്രേലിയ വലിയൊരു രാജ്യമാണ്. അപ്പം ഈ ഒരു രാജ്യത്തിലെ പല സിറ്റികളിലേക്കും ഇങ്ങനെ ഈ ഒരു ഇലക്ട്രിക്കൽ ഈ ഒരു പോസ്റ്റുകൾ സ്ഥാപിക്കുന്നു, ലൈൻ കണക്ഷൻ കൊടുക്കുന്നു, ഒക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. നമ്മൾ നാട്ടിൽ പറയത്തില്ലേ ലൈൻമാൻ എന്ന് പറയത്തില്ല, ആ ഒരു ജോബ് ഇവിടെയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മൈനിങ് വർക്കേഴ്സ് ഉണ്ട്. മൈനിങ് വർക്കേഴ്സ് ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയിൽ മൈനിങ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മൈനിങ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ് ഓസ്ട്രേലിയയിൽ. അത് നല്ല പേ കിട്ടുന്നൊരു ജോബാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡേഞ്ചറസ് ലെവൽ നോക്കുവാണെങ്കിൽ ഭയങ്കര ഹൈ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വരുന്നത് ഫാമേഴ്സ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഫാമേഴ്സ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ ഈ ഒരു ലിസ്റ്റിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഹോസ്പിറ്റലുകളിൽ ഇഞ്ചുറി ആയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം, അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചുറി ലെവൽ ഒരു സർവേ നടക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെ ജോലിയിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം കൊടുക്കാനുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു ഇപ്പം അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്ന റൂഫിംഗ് ആണ്. അപ്പം ഈ റൂഫിംഗ് വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം. കാരണം നമ്മളുടെ ഇവിടെ വീടുകളൊക്കെ പണിയുന്ന ആളുകൾ അവർക്ക് സ്ഥിരമായിട്ടും ഇഞ്ചുറികൾ പറ്റാറുണ്ട്. അപ്പം നമ്മളിവിടുത്തെ അടുത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഇവർ പല മുറിവുകളും ചതവുകളും ഒടിവുകളും ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇവിടെ സർവേകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ. പിന്നെ വരുന്നത് ലോഗിങ് ഓർ ഫോറസ്ട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോറസ്ട്രി വർക്ക് നമ്മുടെ നാട്ടിൽ തടി വെട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെ തടിയൊക്കെ വെട്ടി സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന ആ ഒരു രീതിയുണ്ട്. അപ്പം സെയിം നമ്മുടെ നാട്ടിൽ ആ ഒരു ജോലി തന്നെ അതിനിവിടെ ലോഗിങ് ഓർ ഫോറസ്ട്രി വർക്ക് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റിലുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നിയേക്കാം. ഇത് ട്രക്ക് ഡ്രൈവേഴ്സാണ് ലാസ്റ്റിൽ വരുന്നത്. ട്രക്ക് ഡ്രൈവേഴ്സ് ഭയങ്കര ഡിഫിക്കൽട്ടും അതുപോലെ തന്നെ ഡേഞ്ചറസുമായിട്ടുള്ളൊരു ജോബാണ് എന്നാണ് ഈ ഒരു സർവേയിൽ അവർ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകളും അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള പോലെ അത്രയും ഈസി ആയിട്ടുള്ള ജോബല്ല. അതായത് നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ കയറി വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല ട്രക്ക് ഡ്രൈവറിൻ്റെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ട്രക്കിൻ്റെ ട്രെയിലർ ഘടിപ്പിക്കുന്നത് തൊട്ട് ബാക്കി ആ ട്രക്കിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് പോലുള്ള പല കാര്യങ്ങളും നമ്മൾ പേഴ്സണലി ചെയ്യണം. ഒത്തിരി ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ ഈ ട്രക്ക് ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്ന മലയാളികളുടെ വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ്. അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തെ ആ ഒരു ഡേഞ്ചറസ് ലെവൽ ഭയങ്കരമാണ്. സോ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ഈ ഒരു 10 ജോലി, അത് ഇതിൽ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊരു ടോപ്പ് 10 ആണെന്ന് മാത്രമേ ഉള്ളൂ ഞാനത് പറയുന്നത്. അത് ടോപ്പ് 10 ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങളുടെ അടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റ്, എ ബിഗ് സല്യൂട്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് തോന്നുന്ന ജോലികൾ, അതായത് നമുക്കത് ഈസി ആയിട്ട് തോന്നും, അങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ശരിക്കും അതൊരു ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. മറിച്ച് അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ് എന്നാണ് ഈ ഒരു ലിസ്റ്റിൽ പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാര്യത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൈൻഡ്ലി കമൻറ്റ് ഡൗൺ. ആൻഡ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് ജനറലി അറിയാവുന്ന കാര്യങ്ങൾ ലൈക്ക് ചില ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ബേസിക്കലി ഒരു ജെന്യുവൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇൻസ്റ്റാഗ്രാമിൽ ഹായ് മാത്രം അയക്കരുത്. ഞാൻ ഹായ്ക്ക് റിപ്ലൈ അയക്കത്തില്ല കേട്ടോ. എനിക്ക് നിങ്ങളുടെ ചോദ്യം അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റായിട്ട് അയക്കുക. ആ ചോദ്യത്തിനൊരു റെലവൻസ് ഉണ്ടാവണം. അതുകൊണ്ടാണ്. കാരണം ബേസിക്കലി കുറേ ആളുകൾ ഹായ് അയക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അവർ ഗോസ്റ്റ് ചെയ്യുകയാണ്, പിന്നെ എനിക്ക് മെസ്സേജ് ഞാൻ റിപ്ലൈ ഒന്നും അയക്കാറില്ല. അപ്പം അത് എൻ്റെയും ടൈമും കൂടെ പോകുന്നൊരു കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് രൂപത്തിൽ അയക്കുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട്. കാരണം മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ അത് അവർക്കും കൂടെ ഒരു ഇൻഫർമേഷൻ കിട്ടും. പേഴ്സണലി അയക്കുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം കേട്ടോ. സി യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.